ബിഗ് ബോസ് മലയാളം സീസൺ 7-ലെ 6-ാം ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റ് പ്രകാരമുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിംഗ് അവസാനിക്കാനായിട്ട് ഇനി ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. അങ്ങനെ വോട്ടിംഗ് തുടങ്ങി ആദ്യ സമയം മുതൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് അനുമോളുടെ ആ ഒരു ഒന്നാം സ്ഥാനം ഇതുവരെ ആരും പിടിച്ചു വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് അനീഷാണ്. അനീഷിനും ഒരുപാടധികം വോട്ടുകൾ നേടാനായിട്ട് ഈ ഒരു സമയത്ത് സാധിച്ചിട്ടുണ്ട്. അനീഷിനും ഒരു വമ്പൻ വോട്ടിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് അക്ബർ ഖാൻ്റെ ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് പറയേണ്ടി വരും. ആദിലയെ അട്ടിമറിച്ചുകൊണ്ട് അക്ബർ ഖാൻ ഇതാ മൂന്നാം സ്ഥാനത്തേക്ക് ഒരു കൂറ്റൻ വോട്ടിൻ്റെ ലീഡിന് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആദിലയാണ്. ആദിലക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഒരുപാടധികം വോട്ടും കാര്യങ്ങളൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നൂറയുടെ സപ്പോർട്ട് ഉണ്ട്. അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് ബിന്നി സെബാസ്റ്റ്യൻ, അത് മറ്റൊരു അട്ടിമറി. ബിന്നി സെബാസ്റ്റ്യൻ ഒട്ടും വോട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സീരിയൽ കാണുന്നവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടാവും. ബിന്നി സെബാസ്റ്റ്യനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് വമ്പിച്ച വോട്ടിംഗ് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ആര്യൻ കത്തോരിയ, ആറാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് ആര്യനാണ്. ആര്യനും ഈ ഒരു ആഴ്ച അത്യാവശ്യത്തിന് വോട്ട് നേടാനായിട്ട് ഒരു സേഫ് ആവാനായിട്ട് ആര്യനും സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്തേക്ക് അടുത്തൊരു അട്ടിമറി വേദലക്ഷ്മി വന്നിരിക്കുകയാണ്. വേദലക്ഷ്മി രാവിലെയൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം 12ാം സ്ഥാനത്തായിരുന്നു. ഈ ഒരു സമയത്ത് ഏഴാം സ്ഥാനത്തേക്ക് ഒരുപാടധികം വോട്ടുകൾ നേടിക്കൊണ്ട് വരാനായിട്ട് വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് എട്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് റെന ഫാത്തിമയാണ്. ഈ പറയുന്ന റെന ഫാത്തിമയ്ക്കും ഈ ഒരു സേഫ് എന്ന് നമുക്കിപ്പോൾ വിളിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് 9ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് നേവിനാണ്. പുള്ളിക്കാരനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ കുറച്ചധികം വോട്ടും കാര്യങ്ങളൊക്കെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 10ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് മസ്താനിയാണ്. മസ്താനി എന്തൊക്കെയാണെങ്കിലും ഈ ഒരാഴ്ച പുറത്തു പോകാൻ ചെറിയൊരു സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. എങ്കിലും വോട്ടൊക്കെ മസ്താനിക്ക് അത്യാവശ്യമൊക്കെ മറ്റേ ഇൻ്റർവ്യൂ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടവരുടെയൊക്കെ വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അടുത്തതായിട്ട് 11ാം സ്ഥാനത്ത് അഭിലാഷാണ്. അഭിലാഷിനും ഈ ഒരു ഭയങ്കര ശോകമാണ് അഭിലാഷിൻ്റെ വോട്ടിങ്. കാരണം ഒട്ടും വോട്ട് കിട്ടുന്നില്ല അഭിലാഷിനൊക്കെ. അടുത്തതായിട്ട് 12ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് പ്രവീണാണ്. പുള്ളിക്കാരനും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അത്യാവശ്യം വോട്ടൊക്കെ ഇത്തിരിച്ചൊക്കെ കയറുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും സേഫ് ഒന്നുമല്ല, ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അടുത്തതായിട്ട് 13ാം സ്ഥാനത്തേക്ക് സാബുമാനാണ്. സാബുമാൻ മറ്റുള്ള 12 കണ്ടസ്റ്റൻസ്, അതായത് 1 മുതൽ 12 വരെയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ സാബുമാന് ഒട്ടും വോട്ട് കയറുന്നില്ല. കാരണം പ്രത്യേകിച്ച് സാബുമാൻ ബിഗ് ബോസ് ഹൗസിലൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ കിട്ടാനാ വോട്ട്? സാബുമാൻ ഈ ഒരാഴ്ച പുറത്തു പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ 6-ാം ആഴ്ചയിലെ നോമിനേഷൻ നാളെ രാത്രി 12 മണിക്ക് വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആകുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും ആരാണ് ഈ ഒരാഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള മത്സരാർത്ഥി എന്ന്. ഈ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പാറ്റേൺ അനുസരിച്ചുകൊണ്ട് സാബുമാൻ ഈ ഒരു ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോളുടെ മനീഷിൻ്റെയൊക്കെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവരെയൊക്കെ ആ ഒരു 1ഉം 2ഉം സ്ഥാനങ്ങൾ അവരുടെ നിന്ന് പിടിച്ചു വാങ്ങാനായിട്ട് മറ്റൊരു കണ്ടസ്റ്റന്റിനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഈ പറയുന്ന അനുമോൾക്കും മനീഷിനും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിലയുടെ കേസിലും നൂറയുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് ആദില ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റും വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്